സോറി സാർ, വാദിക്കാണോ നോട്ടീസ് അയക്കേണ്ടത്? അയ്യോ, സാറ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പ്രതിക്കാണ് അയക്കേണ്ടതെന്ന്. അല്ല, പ്രതിക്ക് അയച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സ്ട്രാ ഒരെണ്ണം ഇങ്ങനെ. കോമൺ സെൻസ് ഇല്ലടോ. അങ്ങനെയൊന്നുമില്ല സാർ, കോമൺ സെൻസ് ഇല്ലാത്തോണ്ടൊന്നും അല്ല. കാലത്ത് പോത്താ, ഈ ജൂനിയറായിട്ട് ജോലി ചെയ്ത് മടുത്തു. ഇനിയെങ്കിലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയില്ലെങ്കിലേ ജീവിതാവസാനം വരെ നമ്മൾ ഇങ്ങനെ ജൂനിയേഴ്സ് ആയിട്ട് തുടരേണ്ടി വരും. അതെ, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കെൽപ്പും വിവരവും ഉണ്ടാകുന്നവരെ ഇങ്ങനെ അങ്ങ് കഴിയുന്ന അളിയാ ബുദ്ധി. അടിച്ചോണ്ടിരിക്കുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് ആവുന്നതിനേക്കാളും നല്ലത് വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ ജൂനിയർ ആയി കഴിയുന്നതാണ്. കാലത്തെ ഒരുമാതിരി ആക്കരുത്, അല്ലെങ്കിൽ നിന്റെ മനസ്സ് മുഴുവൻ വിഷമാ. ഞാൻ ഒരിക്കലും തിരക്കുള്ള വക്കീലാവില്ലെന്നല്ലേ നീ പറഞ്ഞതിന്റെ ദുസൂചന? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വെറുതെ വഴക്കുണ്ടാക്കാൻ വരരുത് ഗോപാലകൃഷ്ണ. ആര് തുടങ്ങി വെച്ചത്, നീയോ ഞാനോ? ഈച്ച അടിച്ചോണ്ടിരിക്കും പോലും. എടാ, പ്രകാശ് സാറിനെ സോപ്പിട്ട് എന്നും അങ്ങനെ എച്ചിൽ കഴി സിൽബന്തിയായി കഴിയുന്നതായിരിക്കും നിനക്കിഷ്ടം. പക്ഷേ എന്നെ അതിന് കിട്ടൂല. ഞാൻ തറവാട്ടി പറഞ്ഞവനാ. ചിട്ടിക്കമ്പനി നടത്തി നാട്ടുകാരുടെ കാശ് അടിച്ചോണ്ട് രാഖി രാമൻ നാട് വിട്ട കൃഷ്ണ പണിക്കരുടെ മകന്റെ തറവാട്ട് മഹിമ നാട്ടുകാർക്കൊക്കെ അറിയാം. ഏതായാലും നിന്റെ അപ്പന്റെ അത്ര കള്ളനല്ലടാ. കഷണ്ടി മാറ്റാനുള്ള മരുന്നാണെന്നും പറഞ്ഞ് ആവണക്കണ്ണ കുപ്പിയിലാക്കി നാട്ടുകാർക്ക് വിറ്റ് കാശുണ്ടാക്കാനടാ നിന്റെ തന്ത ഉണ്ടപ്പാപ്പി. എന്തിനാണ് വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്? നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ? എടാ, മനുഷ്യനായ സ്വന്തം കഴിവിൽ വിശ്വാസം വേണം. അതങ്ങനെ 5 ചാൻസിൽ LLB പാസ്സാവാൻ എവിടുന്ന് ആത്മവിശ്വാസം ഉണ്ടാവുക? എത്ര ചാൻസ് പാസ്സായെങ്കിലും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB ഡിഗ്രി എടുത്ത്, അല്ല നിന്നെ പോലെ കേരളത്തിന് പുറത്തു പോയി പ്രൊഫസർ കണ്ടിപ്പരിപ്പ് കൊടുത്ത് ഉണ്ടാക്കിയ ഡിഗ്രി അല്ലേ? എടാ, നീ കുറെ നേരമായിട്ട് വളയുന്നുണ്ട്. രാവിലെ മുതൽ നീ എന്നെ ബാക്കിട്ട് കറങ്ങാ. എന്താ രാവിലെ വലിയൊരു സ്നേഹപ്രകടനം? ബർത്ത്ഡേ ആണ് സാർ, അതുകൊണ്ട് കെട്ടി. ആണോ? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അല്ല സാർ, ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നത്തെ കംപ്ലീറ്റ് ചെലവ് പോത്തന്നെ കണക്കായിട്ടാ. അതെയോ? വൈകുന്നേരം നമുക്ക് ഗംഭീരമാക്കി കളയാം. ഹലോ, കൈമൾ സാറല്ലേ? ഞാനാ. RTO ഓഫീസിൽ മിസ്റ്റർ ജേക്കബ് ഉണ്ട്. പുള്ളിയെ പോയി ഒന്ന് കാണണം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ബാൻ ഡ്രഗ്സിന്റെ സ്റ്റോക്ക് അങ്ങ് നശിപ്പിച്ചളഞ്ഞേക്കണം. നോ നോ നോ, ഇനി അത് വിൽക്കാൻ പാടില്ല. അല്ല, ഞാൻ കേസ് ബാധിക്കുന്ന കാര്യമൊക്കെ വേറെ, പക്ഷെ ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാശ് നമുക്ക് പല മാർഗത്തിൽ കൂടെ ഉണ്ടായിക്കൂടെ കൈമൾ സാറേ? ഓക്കെ ഓക്കെ, സാറ് പോയി ജേക്കബിനെ കാണണേ. ഓക്കെ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, പ്ലീസ് കം. അല്ല, സാറോടൊന്ന് പറയണം. എന്താ? In that case I have to say you are a criminal and not a criminal lawyer. സമ്മതിച്ചു, ഞാൻ കുറ്റവാളി തന്നെ. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ സാർ, കൈമളിനെ രക്ഷപ്പെടുത്തുന്നത് ഞാനാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് 100% എഫിഷ്യൻസിയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് വാദിച്ചയക്കാൻ പറ്റുമായിരുന്നോ? ഞങ്ങളുടെ കഴിവ് കേടുകൊണ്ടല്ല, നിങ്ങളുടെ കഴിവിന്റെ കൂടുതൽ കൊണ്ടാ പ്രോസിക്യൂഷൻ പലപ്പോഴും പരാജയപ്പെടുന്നത്. സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സർ. പക്ഷെ ഈ കഴിവൊക്കെ നല്ല രീതിയിൽ വിനിയോഗിച്ചിരുന്നെങ്കിലോ? യു ആർ എ ജീനിയസ് ഇൻ ദ റോങ് വേ. പ്രകാശ്, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ മോറൽ വാല്യൂസിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണം തലപ്പത്ത് നിന്ന് തുടങ്ങുന്നല്ലേ സാർ നല്ലത്? അങ്ങനെയാണെങ്കിൽ ചിലപ്പോ സാറിന്റെ തലയിൽ തൊപ്പി കാണില്ല അല്ലേ? നോ പ്രകാശ്, അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല. എങ്കിൽ തുടങ്ങണം സാർ, ഞാനും കൂടാം. സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ള MLA-മാരുടെയും MP-മാരുടെയും മന്ത്രിമാരുടെയും ലിസ്റ്റ് ഞാൻ സാറിന് തരാം. അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് സാറിന് വിളിച്ചെത്തു കൊണ്ടുവരാൻ പറ്റുമോ? കള്ളക്കടത്തുകാരുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയിട്ടുള്ള സംഭാവനകളുടെ ഡീറ്റെയിൽസ് സാറിന് വേണോ? നിരോധിച്ച മരുന്നുകൾ രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ വിറ്റഴിച്ചതിന്റെ തെളിവുകളും ഞാൻ തരാം. കേക്കട്ടെ, സാറിന് എന്ത് ചെയ്യാൻ കഴിയും? ഇവരെയൊക്കെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നാണോ പ്രകാശ് പറയുന്നത്? ഐ എം സോറി സർ, ഇത്തരം ഉപദേശങ്ങൾക്കൊന്നും ഞാൻ വലിയ വില കൽപ്പിക്കുന്നില്ല. ഈ ലോകത്ത് കാശാണ് വലുത്, എനിക്കും സാറിനും എല്ലാവർക്കും. പിന്നെ കൈമളുടെ കേസുകൾ വാദിക്കുന്നത് കൊണ്ട് മാത്രം അയാളുടെ എല്ലാ ചെയ്തികളും ഞാൻ ന്യായീകരിക്കുന്നുണ്ടെന്ന് സാർ വിചാരിക്കണ്ട. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. വ്യക്തിപരമായി കൈമളുമായുള്ള അടുപ്പമോ? സമ്മതിച്ചു.
പക്ഷെ അതിന് മതിയായ കാരണങ്ങളുണ്ട്. എന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുള്ള ആളാണ് കൈമൾ. ഒരു മകനെ പോലെയാണ് അത് എന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിന്റെ പിന്നിലുള്ള സ്വാർത്ഥത ഒരുപക്ഷെ പ്രകാശിന് ഇന്ന് മനസ്സിലാവില്ല. ഓക്കെ, ലീവ് ഇറ്റ്. കാലമെല്ലാം പറഞ്ഞു തരും. ശരി, ഞാൻ സാറിനെ ഏതെങ്കിലും രീതിയിൽ ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഏയ്, ഒരിക്കലുമില്ല. സ്വകാര്യ സംഭാഷണത്തിൽ പോലും വാദിച്ച് ജയിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇറങ്ങട്ടെ. സമയമായോ? സാറ് കൂടുന്നോ? ഇല്ല. ഇവനുണ്ടല്ലോ, ഇവ സ്ഥിരമായിട്ട് കള്ളസാക്ഷി പറയുന്ന ഒരുത്തനായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് പുള്ളി പ്രതീക്ഷിച്ചില്ല. എന്റെ ഈ ചോദ്യം കേട്ടതും അവൻ നെർവസായി. സത്യം പറഞ്ഞ അവൻ മുണ്ടിനകത്തുള്ള മൂത്രം ഒഴിച്ചു. ഇത് പറഞ്ഞപ്പോഴാ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. എന്താടേ, ബോറടിച്ചോ? ടി വിയിൽ നല്ലൊരു പ്രോഗ്രാം. എന്റെ പൊന്നാശാനെ, അത് ഓൺ ചെയ്യല്ലേ. മനുഷ്യനെ ഇത്രയും ബോറടിപ്പിക്കുന്ന ഒരു സാധനം. ഇഡിയറ്റ് ബോക്സ് എന്ന് അതിന് പേരിട്ടവനെ സമ്മതിക്കണം. അല്ല സാർ, ഇന്ന് കുമാരി രാധികയുടെ നല്ലൊരു ലളിതഗാനമുണ്ട്. ഓ, അത് ശരി, പാട്ടും കൂടാണോ? ഒരൊറ്റ ഒരെണ്ണത്തിന് പാടാനും അറിയില്ല, ഒറ്റ ഒരെണ്ണത്തിന്റെ സ്വരസാനവും ശരിയല്ല. അല്ല, നല്ല ശാരീരമുള്ള ഒരു നല്ല ശരീരം ഉള്ളത്, അല്ലാതെ ശരീരമല്ല, നല്ല ശരീരം. ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. അല്ല, സാറിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇഷ്ടമല്ല. ഇതാര് പാടിയത്? രാധിക. ആര്? രാധിക പോരാ, അവളുടെ ശ്യാമമേഹം പോരാ. ഞാൻ കേട്ടാ ഇവിടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഡ്രോപ്പ് ചെയ്യണം? വേണ്ട. അല്ല, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, ശ്യാമമേഘമേ നീ പ്രേമദൂതുമായി വരുമോ? ശ്യാമമേഘമേ നീ സ്നേഹത്തൂതുമായി വാ. ശ്യാമമേഘമേ നീ ഇതുകുല സ്നേഹത്തൂതുമായി. ഹലോ, ആ ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ലേ, നീ നേരത്തെ പറഞ്ഞോടാ. ഓടാന്നോ? അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമമേഘമേ നീ യദുകുല സ്നേഹത്തൂതുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ? ശ്യാമമേഘമേ വാ യദുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. അതെന്ത് സോറി ആശാനെ? അതെ, എനിക്ക് ഹലോ, എനിക്ക് അഭിനന്ദനം അറിയിക്കാന്. അത് പ്രതികരണത്തിൽ എഴുതി ചോദിച്ചാൽ മതി. എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ, നേരിട്ട് അറിയിക്കണം. താൻ ആരുവാ? ഞാൻ ആരാന്നോ? എടോ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിന്റെ മൗലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം. അതിന്റെ അഡ്രസ്. തനിക്ക് കല്യാണം കഴിക്കാനാണോ? കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇടയ്ക്ക് കട്ടായപ്പോയതിനെ കുറിച്ച് എന്ത് പറയുന്നു? താൻ ആരാ? ഞാൻ ആരാന്നോ? ഞാനോ? ഞാൻ നിന്റെ തൊണ്ട. വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ
പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അയാൾ മോശമായി പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദുരക്ഷ എങ്ങനെയല്ലേ? അതെ. ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയോ? താൻ ആരുവാ? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാനോ? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു എന്തൊരു ആശ്വാസം.